ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കെന്ന് പറയാറില്ലേ? ദേശീയ ഗെയിംസിന്റെ കാര്യഹേ പറയണത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തൃശ്ശൂറുകാരി സുഫ്ന ജാസ്മിൻ എന്ന് പറയണ ഒരു താരം കായിക ലോകത്തിനെ അങ്ങോട്ട് ഞെട്ടിച്ചു. 45 കിലോഗ്രാം വിഭാഗത്തില് വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് മത്സരിക്കാൻ വന്ന തൃശ്ശൂർ സ്വദേശിനിയായിരുന്നു PS സുഫ്ന ജാസ്മിൻ. എന്നാൽ മത്സരത്തിന്റെ തലേ ദിവസം രാത്രി നോക്കിയപ്പോൾ 2 കിലോഗ്രാം ഭാരം അങ്ങോട്ട് കൂടിയിറക്കണു. കൂടിയത് കുറയ്ക്കാൻ വിഷമാണെന്നറിയാലോ. ഇതിനു മുമ്പ് പാരീസ് ഒളിമ്പിക്സിൽ ഭാരക്കൂടുതൽ കാരണം ഗുസ്തി ഫൈനലിന് തൊട്ട് മുമ്പ് അയോഗ്യയാക്കപ്പെട്ടുല്ലോ വിനേഷ് ഫോഗട്ട്. ഇതൊക്കെ ആലോചിച്ചിട്ടായിരുന്നു സുഫ്ന ജാസ്മിന് പിരിമുറുക്കുണ്ടായത്. എന്നാൽ 2 കിലോ ഭാരം എങ്ങനെയാ കുറയ്ക്കുക? അതും ഒരു ദിവസം കൊണ്ട്. എന്നാൽ പിന്നീട് ഭാരം കുറയ്ക്കാൻ കഠിന വ്യായാമം അങ്ങോട്ട് തുടങ്ങി. വേദന മാറാനുള്ള ബാം പുരട്ടി 1 മണിക്കൂർ വെയിലത്ത് അങ്ങോട്ട് ഇരുന്നു അത്രേ. മത്സരത്തിന് തൂക്കം നോക്കണ വ്യാഴാഴ്ച രാവിലെ 9 മണി വരെ ഒരു തുള്ളി വെള്ളം കൂടി ഇറക്കിയില്ല. എന്നിട്ടും മത്സരത്തിന് വേണ്ടി തൂക്കം നോക്കുമ്പോൾ 150 ഗ്രാം കൂടുതൽ. മത്സരിക്കാൻ പറ്റില്ല എന്ന് ഏതാണ്ട് തീരുമാനമായി. എന്നാൽ രണ്ടും കൽപ്പിച്ച് പരിശീലക സുഫ്നയുടെ മുടി അങ്ങോട്ട് മുറിച്ചു. മുടി 20 സെന്റിമീറ്ററോളം മുറിച്ചപ്പോൾ 45 കിലോ ഭാരമായിട്ട് അങ്ങോട്ട് ചുരുങ്ങി. അങ്ങനെ മത്സരത്തിന് യോഗ്യത അങ്ങോട്ട് കിട്ടി. പിന്നെ ഒരു കുതിപ്പായിരുന്നു. 150 കിലോഗ്രാം ഉയർത്തിയതോടുകൂടി ആഗ്രഹിച്ച സ്വർണ്ണ മെഡൽ അങ്ങോട്ട് കിട്ടി. എന്നാൽ ഇതൊക്കെ കാണുന്ന കായിക താരങ്ങളും അല്ലാത്തവരും ഇവരുടെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വേണമെന്ന് വെച്ചാ വേരിലും ചക്ക കായ്ക്കുന്നല്ലേ ഹേ പറയാറ്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരു പോലീസുകാരൻ സ്ത്രീയോട് ചോദിച്ചു അത്രേ, നിങ്ങളുടെ കുഞ്ഞിനെ മോഷ്ടിച്ച സ്ത്രീയുടെ മുഖം ഓർമ്മണ്ടോ? അപ്പോ സ്ത്രീ ഉത്തരം പറഞ്ഞു അത്രേ, മുഖം ഓർമ്മല്ല. പച്ച ഷിഫോൺ സാരിയാണ് അവര് ധരിച്ചിരുന്നത്. കയ്യില് ഡയമണ്ട് പതിച്ച വളണ്ടായിരുന്നു. ഒരു ഗോൾഡൻ വാച്ചും. ദേശീയ ഗെയിംസ് നടക്കണ ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത് താപനില 13 ഡിഗ്രി സെൽഷ്യസ് ആണത്രേ. എന്നാൽ കൊടും തണുപ്പിലും നീന്തൽ കുളത്തിലെ വെള്ളം ചൂടാക്കണത് എങ്ങനെയാണാവും? നീന്തൽ കുളത്തിലേക്ക് ഒഴുക്കണ വെള്ളം ഹീറ്റ് പമ്പ് ഉപയോഗിച്ചിട്ടാണത്രേ ചൂടാക്കുക. ശുദ്ധീകരിച്ച വെള്ളം സ്വിമ്മിംഗ് പൂളിലേക്ക് ഒഴുക്കണതിന് മുമ്പ് ഹീറ്റ് പമ്പിൽ കൂടെയാണ് കടത്തിവിടും. ഇതോടുകൂടി സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിലെ താപനിലയാണ് ക്രമീകരിക്കാം. സ്വിമ്മിംഗ് പൂൾ സോളർ കവർ ഉപയോഗിച്ചിട്ടാണത്രേ വെള്ളത്തിന്റെ ചൂട് കുറയാണ്ട് നോക്കുക. മത്സരത്തിന് ശേഷം നീന്തൽക്കുളം ഈ കവർ ഉപയോഗിച്ചിട്ടാണ് മൂടും. പണ്ട് കാലത്താച്ചാൽ ഇതൊന്നും ചിന്തിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. ഈ ലോകത്ത് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നടക്കണു, ഇനി എന്തൊക്കെ നടക്കാൻ പോണു. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമൊക്കെ കാണുമ്പോൾ നീ ശികാലം ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. മദ്യപിച്ച് വഴക്കുണ്ടാക്കി ആസ്പത്രിയിലാക്കിയ ഒരാൾക്ക് നല്ലൊരു മുറിവ് അങ്ങോട്ട് പറ്റി. ഇയാളെ ബോധം കെടുത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ ഒരു നമ്പൂരി ചോദിച്ചു, അതിനി വേണോ? അപ്പൊ ഡോക്ടർ, അതെന്താ നമ്പൂരി, അല്ല ബോധം ഉണ്ടായിരുന്നു വെച്ചാൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ. കോളേജിലെ സർവകലാശാലയിലെ ക്ലാസ് മുറിയിൽ നടന്ന ഒരു കല്യാണത്തിന്റെ കഥയാണ് നീ പറയാൻ പോണത്. ബംഗാളിലുള്ള നാദിയ ജില്ലയിലാണ് സംഭവം. ഹരിൻകഥയിലെ മൗലാന അബ്ദുൽ കലാം ആസാദ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് മുറിയാണ് രംഗം. മുതിർന്ന വനിതാ പ്രൊഫസർ ക്ലാസ് മുറിയിൽ ഒരു കുട്ടിയെ അങ്ങോട്ട് കല്യാണം കഴിച്ചു. അതിന്റെ വീഡിയോ അങ്ങോട്ട് വൈറലായി. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ വധുവിന്റെ വേഷത്തിലെത്തി
ഹിന്ദു ബംഗാളി വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളോടും കൂടി 1-ാം വർഷ വിദ്യാർത്ഥിയെ കല്യാണം കഴിക്കണതിന്റെ വീഡിയോ ആണത്രേ പ്രചരിച്ചത്. ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള അഭിനയമായിരുന്നു വിവാഹം എന്നാണ് ഈ പ്രൊഫസർ അവകാശപ്പെട്ടത്. എന്നാൽ അന്വേഷണത്തിന് 3-അംഗ സമിതിയെ യൂണിവേഴ്സിറ്റി നിയോഗിച്ചു. ഈ വനിതാ പ്രൊഫസറോട് അവധിയിൽ പ്രവേശിക്കാനും ആവശ്യപ്പെട്ടു അത്രേ. കളിയല്ല കല്യാണം എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരു നമ്പൂരിയുടെ കയ്യിൽ ഒരു വലിയ പഴം ഒരു ചെറിയ പഴം ഉണ്ടായിരുന്നു അത്രേ. ചെറിയ പഴം 2-ാമത്തെ ആൾക്ക് കൊടുത്ത് നമ്പൂരി വലിയ പഴം അങ്ങോട്ട് തിന്നാൻ തുടങ്ങി. ഇത് കണ്ട 2-ാമൻ പറഞ്ഞു അത്രേ, ഛേ മോശം, ഞാനായിരുന്നു വെച്ചാൽ വലിയ പഴം തനിക്ക് തന്നിട്ട് ചെറിയ പഴം ഞാൻ എടുക്കേണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്പൂരി പറഞ്ഞു അത്രേ, ഞാനും അതന്നെയല്ലേ ചെയ്ത. നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ സ്നേഹത്തോടുകൂടി എല്ലാവരും സംരക്ഷിക്കണമെന്നാണ് എഫ് തിരുമേനിക്ക് പറയാനുള്ളത്. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൽ തൊട്ടടുത്ത സീറ്റിലുള്ള 9-ാം ക്ലാസ്സുകാരനെ +1 കുട്ടിയാണ് തിരുവനന്തപുരത്ത് കുത്തി പരിക്കേൽപ്പിച്ചത്. കുലശേഖരം സ്വദേശിയായിട്ടുള്ള 14-കാരനാണത്രേ പരിക്ക് പറ്റിയത്. കഴുത്തിന് പിന്നില് ഗുരുതരായിട്ടുള്ള ഒരു മുറിയാണ് പറ്റി. വിദ്യാർത്ഥി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലാണത്രേ ചികിത്സയിലുള്ളത്. സയൻസ് ലാബിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന കത്തി കൊണ്ടാണത്രേ മുതിർന്ന കുട്ടി ചെറിയ കുട്ടിയെ കുത്തിയത്. സ്കൂള് വിട്ട് ബസ് മലയുടെ മുകളിലെത്തിയപ്പോഴാണത്രേ പിൻസീറ്റിലിരുന്ന കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായത്. ഇവര് തമ്മിൽ മുമ്പും വഴക്കുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് ബസ് ജീവനക്കാര് ഇതൊന്നും കാര്യാക്കിയില്ല. കയ്യാങ്കലിയുടെ ഒടുവിലാണത്രേ +1 വിദ്യാർത്ഥി പെട്ടെന്ന് 9-ാം ക്ലാസ്സുകാരനെ ആക്രമിച്ചത്. ഇത് കണ്ട് കുട്ടിയോട് നിലവിളിച്ചതോടുകൂടി ബസ് നിർത്തി പരിക്കേറ്റ കുട്ടിയെ കണ്ടക്ടർ മറ്റൊരു വാഹനത്തില് ആസ്പത്രിയിൽ അങ്ങോട്ട് എത്തിച്ചു. പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് 2 കുട്ടികളെയും നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണത്രേ പോലീസ്. ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞു വരണ മാതാപിതാക്കള് മക്കളുടെ കൂടെ ഇരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണമെന്നാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കണത്. ശിക്ഷയെ കൂടെ ഒന്നും കുട്ടികളെ നേരെയാക്കാൻ പറ്റില്ല. സ്നേഹത്തു കൂടെ മാത്രമേ അതിന് പറ്റൂ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്മുടെ നാട്ടിലെ ചൂട് ഇനിയും കൂടാൻ പോവാണത്രേ. ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളിൽ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണിവരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയണത്. ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. കുട്ടികള്, പ്രായമായവര്, ഗർഭിണികള്, ഗുരുതര രോഗമുള്ളവരെ തുടങ്ങിയവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം ഇത്യാദികളൊക്കെ സംഭവിക്കാം. ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. ഉയർന്ന ശരീരതാപനില, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, തലവേദന, തലകുറക്കം, ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയണത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതി തിരിച്ചടിക്കാൻ അങ്ങോട്ട് തുടങ്ങി. അളമുട്ടിയാൽ ചേരിയും കടിക്കുന്ന ലഹേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഒരില്ലത്ത് അതിഥിയായിട്ട് ഒരു നമ്പൂരി ചെന്നപ്പോ പിശുക്കനായ നമ്പൂരി ഇദ്ദേഹത്തിനോട് പറഞ്ഞു ത്രേ, കർത്തേടം, ഇവിടെ മുറുക്കണോരാരുമില്ല. അപ്പൊ കർത്തേടം പറഞ്ഞു ത്രേ, അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ നമ്പൂരി, ബീഡി സിഗരറ്റ് അതും പതിവില്ല. അപ്പൊ കർത്തേടം, അതുകൊണ്ടും വിരോധമില്ല. അപ്പൊ നമ്പൂരി, ചായ കാപ്പി അതുമില്ല. ഒക്കെ ഒരു പഴയ മട്ട ഇവിടെ. ആട്ടെ, കർത്തേടത്തിന്റെ അവിടെ എങ്ങനെയാ? അപ്പൊ കർത്തേടം പറഞ്ഞു ത്രേ, അവിടെയും ഇതൊക്കെ പതിവില്ലാത്തവരുണ്ട്. പക്ഷേ എന്നാൽ അവരൊക്കെ തൊഴുത്തിലാന്ന് മാത്രം.
സിയാളില് ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കണവരായിരിക്കും. പണ്ടൊക്കെ ഹോട്ടലുകാര് ഉഴുന്നുവടയുടെ നടുവിലുള്ള തുള അങ്ങോട്ട് വലുതാക്കും. അപ്പോ മാവ് കുറച്ചു മതിയല്ലോ. എന്നാൽ ഇപ്പോ അത് മസാല ദോശയുടെ മുകളിലും അങ്ങോട്ട് തുടങ്ങിയിത്രേ. തട്ടുദോശയോളം മാത്രം വലുപ്പമുള്ള മസാല ദോശ. ചാൽ ദോശയുടെ അറ്റത്ത് പേരിനൊരു മസാല. എന്നാൽ അതാണത്രേ പല ഹോട്ടലിലുള്ള മസാല ദോശ. കഴിഞ്ഞില്ല, പപ്പടവട്ടത്തോളം മാത്രമുള്ള പൂരി. ഒരു പൂരി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് മാവുകൊണ്ട് 3 പൂരി അങ്ങോട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ചെയ്താൽ 3 ഇരട്ടിയല്ലേ ലാഭം. എന്തിനും ഏതിനും പരാതിപ്പെട്ടാ മതി എന്നാണല്ലോ സർക്കാർ പറയണത്. ഇതിന്റെ അളവ് എത്ര കുറഞ്ഞാലും പരാതിപ്പെടാൻ വകുപ്പില്ല. ഇത് പറയണത് സാക്ഷാൽ ലീഗൽ മെട്രോളജി വകുപ്പ്. ഇക്കാര്യം തങ്ങളുടെ പരിധിയിൽ വരില്ല എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും സപ്ലൈ ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഇല്ല. അപ്പൊ പിന്നെ അനുഭവിക്കല്ലാതെ എന്താ ചെയ്യുക? സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കണ കൊടകരയിലെ ഒരു ഹോട്ടലിൽ നിന്ന് 2 തവണ പറ്റിക്കലുണ്ടായപ്പോഴാണത്രേ തൃശൂർ സ്വദേശി വകുപ്പുകൾക്ക് പരാതി കൊടുത്തത്. സാധാരണ ദോശയുടെ അത്ര പോലും വലുപ്പമില്ലാത്ത ദോശയുടെ അറ്റത്ത് പേരിന് മസാല വിളമ്പി മസാല ദോശ എന്നുള്ള ഓമനപ്പേരും കൊടുത്ത് 74 ഉറുപ്പ്യ അങ്ങോട്ട് വാങ്ങിയെന്നും പപ്പട വലുപ്പം മാത്രമുള്ള പൂരിക്ക് 74 ഉറുപ്പ്യ തന്നെ ഈടാക്കിയെന്നുമായിരുന്നു പരാതി. റെയിൽവേ സ്റ്റേഷനുകളിലെ ഭക്ഷണശാലകളിലെ IRCTC അളവും വിലയും രേഖപ്പെടുത്തിയ ബോർഡ് പ്രദർശിപ്പിക്കുന്നുണ്ട്. മസാല ദോശയ്ക്ക് 80 ഗ്രാം അല്ലെങ്കിൽ 90 ഗ്രാം തൂക്കം വേണം. എന്നാൽ മസാലയ്ക്കും വേണം അത്ര തൂക്കം. ഇതിന്റെ കൂടെ കൊടുക്കണ ചട്നിക്ക് വരെ വിലയും തൂക്കവും രേഖപ്പെടുത്തണമെന്നാണ് റെയിൽവേയുടെ നിയമം. എന്നാൽ ലീഗൽ മെട്രോളജി വകുപ്പ് പറയണത് ഹോട്ടലിൽ വിൽക്കണ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അളവ്, തൂക്കം, വില ഇത്യാദികൾക്കൊന്നും നിയമ നടപടി സാധ്യമല്ല എന്നാണ്. എന്ത് കാര്യം ഉണ്ടായാലും ഇടപെടണ ഭക്ഷ്യസുരക്ഷാ വകുപ്പും മുട്ടുന്യായം പറഞ്ഞ് അങ്ങോട്ട് കൈയഴുകി. ചുരുക്കത്തില് 74 ഉറുപ്പ്യ കൊടുത്ത് 1/3 ദോശ കഴിച്ച ആളുടെ കാര്യം ഗോപി. എന്നാൽ ഭക്ഷണം കഴിക്കണവർക്ക് ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ നമ്മളെ പറ്റിക്കണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് അങ്ങോട്ട് തീരുമാനിക്കാം. അപ്പോ തന്നെ വരും മസാല ദോശയ്ക്ക് വലുപ്പം. മസാല ദോശയുടെ കാര്യം മാത്രമല്ല പല സമയത്തും സാധനങ്ങൾക്ക് അമിതമായിട്ട് കച്ചവടക്കാര് വില കൂട്ടണതൊക്കെ കാണാറുണ്ട്. 80-90 ഉറുപ്പ്യ വലിയ ഉള്ളിക്കും തക്കാളിക്കും ഒക്കെ ഉണ്ടായിരുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോ അതങ്ങോട്ട് മേടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചു മാത്രം അങ്ങോട്ട് മേടിക്കുക. സാധനങ്ങളുടെ ആവശ്യം കുറയുമ്പോൾ വിലയും താനെ അങ്ങോട്ട് കുറയും. കഴിഞ്ഞ മാസം മുരിങ്ങക്കായക്ക് 300 ഉറുപ്പ്യ വിലയെന്നറിഞ്ഞപ്പോ FM തിരുമേനി അത് അങ്ങോട്ട് നിർത്തി. ഇപ്പൊ 120 ഉറുപ്പ്യ ആയപ്പോഴാ കുറച്ച് മേടിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ എല്ലാവരും അങ്ങോട്ട് തുടങ്ങിയാൽ സാധനങ്ങളുടെ വില നമ്മൾ പറയണോടത്ത് അങ്ങോട്ട് എത്തും. ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറയണ മാതിരിയാഹേ സാധനം വാങ്ങാൻ പോണ ആൾക്കാരുടെ കാര്യം. അവര് പറയണ വില കൊടുത്ത് അവര് പറയണ സാധനമല്ല നിങ്ങൾ വാങ്ങേണ്ടത്. എന്നാൽ ഇങ്ങനെ തന്നെയാഹേ രാജ്യം ഭരിക്കണവരുടെ കാര്യം. ശരിയായ രീതിയിലല്ല ഭരിക്കണ വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാലറ്റ് കൂടെ മറുപടി അങ്ങോട്ട് കൊടുക്കണം. അപ്പോ നമ്മൾ പറയണോടത്ത് കാര്യങ്ങൾ അങ്ങോട്ട് നടക്കും. എന്താ ശരിയല്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. നമ്പൂരിയും കാര്യസ്ഥനും യാത്ര കഴിഞ്ഞ് വരണ വഴി 2 പേരെയും പാമ്പ് അങ്ങോട്ട് കടിച്ചു. ആസ്പത്രിയിൽ ഇവരെ പരിശോധിച്ച ഡോക്ടർ നേഴ്സിനോട് പറഞ്ഞു അത്രേ, 2 പേർക്കും മൂർഖന്റെ ആന്റിവനം കുത്തിവെച്ചോളൂ. ഇത് കേട്ട നമ്പൂരി, ഡോക്ടറെ നോന് മൂർഖന്റെ കുത്തിവെക്കാം, എന്നാൽ കാര്യസ്ഥന് നീർക്കോലിയുടെ ആന്റിവനം കുത്തിവെച്ചാ മതി. ദീപസ്തംഭം മഹാശ്ചര്യം ഇനി അടുത്ത ഞായറാഴ്ച രാത്രി 7:35 അരങ്ങത്ത് C. കൃഷ്ണകുമാർ, നിർമ്മാണ സഹായി വിനോദ് കീഴടത്ത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.